പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാമെന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എല്ലാം തന്നെ പോകുന്നത്. പാകിസ്ഥാൻ ഒരു മധ്യസ്ഥത ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. ഇസ്ലാമാബാദ് വേദിയാകുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ മുന്നിൽ തോൽവി സമ്മതിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിച്ചാൽ ചർച്ചകൾ നടത്താമെന്നാണ് ഇറാൻ പറയുന്നത്. നിലവിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന ഇറാൻ ശത്രുത യുദ്ധത്തിലേക്കാണ് വഴിമാറിയത്. ലോകം ഊർജ്ജ പ്രതിസന്ധി നേരിട്ട് അനുഭവിച്ചു തുടങ്ങി. ഈ ഘട്ടത്തിൽ മധ്യസ്ഥന്റെ റോളിൽ അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഉയർന്നു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 11-12 തീയതികളിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തെ നിർണായകമായ ഒരു സംഭവ വികാസമായിരുന്നു നടന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായി യുഎസും ഇറാനും ഒരു മേശയ്ക്ക് ഇരുവശത്തും ഇരുന്ന് സംസാരിച്ചു. ചർച്ച പരാജയപ്പെട്ടെങ്കിലും യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാനും താത്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനും ഈ നീക്കം സഹായിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പാകിസ്ഥാൻ അയൽപക്കവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണോ അതോ യുദ്ധം അവസാനിപ്പിക്കാനാണോ ശ്രമിച്ചതെന്ന് സംശയിക്കേണ്ടി വരുന്നു. കാരണം മധ്യസ്ഥത വഹിക്കാനായിട്ട് മുന്നിൽ വന്ന രാജ്യമെന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് സംശയം. കാരണം പാകിസ്ഥാനാണ് സമാധാന ചർച്ച നടത്താമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് മുൻകൈയെടുത്തതും. ഒരു വശത്ത് സമാധാനം പറയുമ്പോൾ തന്നെ മറുവശത്ത് ഈ സംഘർഷാവസ്ഥയെ സ്വന്തം രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കായി പാകിസ്ഥാൻ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം സാമ്പത്തികം ഇല്ലാതെ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ഇറാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളെ കേവലം ഒരു നയതന്ത്ര നീക്കമായോ വെറും ഒരു വാണിജ്യ താല്പര്യമായോ മാത്രം നമുക്ക് കാണാനാവില്ല. പാകിസ്ഥാൻ ഒരേ സമയം തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക അവസ്ഥയെ പുനർജീവിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ദുർബലമായ സാമ്പത്തിക വ്യവസ്ഥയാണ്. IMF ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വായ്പയെ ആശ്രയിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മുടങ്ങുന്ന ഒരു അവസ്ഥയിൽ സാമ്പത്തിക രംഗം അപ്പാടെ തകർന്ന് തരിപ്പണമാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതിനാൽ തന്നെ വായ്പകൾക്കും സാമ്പത്തിക സഹായത്തിനും പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രീതി ആവശ്യമാണ്. മധ്യസ്ഥനായി നിൽക്കുന്നതിലൂടെ അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക ഇളവുകൾ നേടിയെടുക്കാൻ സാധിക്കും. അമേരിക്കയുടെ പിന്തുണയോടെ ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാം. തീവ്രവാദത്തിന്റെ പേരിൽ ഒറ്റപ്പെടുന്ന പാകിസ്ഥാൻ ഒരു സമാധാന വക്താവെന്ന നിലയിൽ തങ്ങളുടെ നയതന്ത്ര പ്രസക്തി തിരിച്ചു പിടിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്ന രാജ്യമെന്ന ഇമേജ് കെട്ടിപ്പടുക്കുന്നതിലൂടെ തങ്ങളുടെ പഴയ ഭീകരവാദ സ്പോൺസർ എന്ന പ്രതിച്ഛായ മാറ്റിയെടുക്കാനും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകളിലൂടെ നയതന്ത്ര രംഗത്തെ കരുത്തുറ്റ ഒരു സാന്നിധ്യമായി മാറുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. മേഖലയിൽ സമാധാനം ഉറപ്പിക്കാനുള്ള ശ്രമം എന്നതിലുപരിയായി തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ നേടിയെടുക്കാനും ആഗോളതലത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. ഇതിനിപ്പോ ഇന്ത്യ പോലുള്ള അയൽ രാജ്യങ്ങളെ പ്രതിരോധിക്കാനുമുള്ള തന്ത്രപരമായ നീക്കമാണെന്നും വിലയിരുത്തുന്നുണ്ട്.